നാൽപ്പാമരാതി തൈലത്തെക്കുറിച്ച് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളാണ്. ഇത് ശരിക്കും മുഖത്തെ ചുളിവുകൾ കുറയ്ക്കുമോ? 40 കഴിഞ്ഞ സ്കിന്നിന് ഇത് നല്ലതാണോ? ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുമോ? മുഖത്തെ ടാൻ മാറ്റുമോ? ഗ്ലോ കിട്ടുമോ? അല്ലെങ്കിൽ ഇത് മുഖം ഡള്ളാകാൻ കാരണമാകുമോ? ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് ഉപയോഗിക്കാമോ? ഇങ്ങനെ നാൽപ്പാമരാതി തൈലത്തെക്കുറിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിനൊക്കെയുള്ള ഉത്തരങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കണം, എല്ലാ ഓയിലുകളും ആൻറ്റി ഏജിങ് ഓയിലുകളല്ല. ചില എണ്ണകൾ സ്കിന്നിനെ നറിഷ് ചെയ്യും, ചിലത് മോയ്സ്ചർ മാത്രം നൽകും, ചിലത് തെറ്റായി ഉപയോഗിച്ചാൽ മുഖം ഡള്ളാക്കുകയും പോർസ് ക്ലോഗ് ചെയ്യുകയും ചെയ്യാം. അതിൽ ഈ നാൽപ്പാമരാതി എണ്ണ എന്ന് പറയുന്നത് ഒരു ആയുർവേദിക് ഓയിലാണ്. ഇതിൻ്റെ പേരിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് 4 ഔഷധ വൃക്ഷങ്ങളുടെ, അതായത് അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നിവയുടെ തോൽ പ്രധാന ചേരുവകളായി ഉപയോഗിച്ച് നല്ലെണ്ണയിൽ കാച്ചിയെടുത്തിരിക്കുന്ന ഒന്നാണ് ഈ നാൽപ്പാമരാതി തൈലം. നാൽപ്പാമരാതി തൈലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് സ്കിന്നിന് നല്ലൊരു മോയ്സ്ചർ ഫീൽ നൽകുന്ന ഒരു ഹെർബൽ ഓയിലാണ് എന്നുള്ളതാണ്. എസ്പെഷ്യലി ഡ്രൈനെസ് കൂടുതലുള്ള സ്കിൻ കൂടുതൽ സോഫ്റ്റും സപ്പിളുമായി തോന്നാൻ ഇത് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് കുഞ്ഞുങ്ങൾക്ക് പോലും ബോഡി മസാജ് ഓയിലായിട്ട് ഇത് ഉപയോഗിച്ചിരുന്ന പതിവ് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. അതുപോലെ ഇതിൽ മഞ്ഞൾ പോലുള്ള ഔഷധ ചേരുവകൾ ഉള്ളതുകൊണ്ട് ടാനിങ് അല്ലെങ്കിൽ സൺ എക്സ്പോഷർ കാരണം സ്കിൻ ഡള്ളായി തോന്നുമ്പോൾ കോംപ്ലക്ഷൻ കുറച്ച് ഫ്രഷായും ബ്രൈറ്ററായും കാണിക്കാനായിട്ട് ചിലർക്കെങ്കിലും ഇത് സഹായിച്ചേക്കാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ഇൻസ്റ്റൻറ്റ് ഫെയർനെസ് ഓയിലല്ല, ഓവർനൈറ്റ് മിറാക്കിൾ പ്രൊഡക്റ്റുമല്ല. സ്കിൻ ഹെൽത്തിയായി മെയിൻറ്റെയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ആയുർവേദിക് ഓയിൽ എന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, ഈ ഓയിൽ ആരുടെ സ്കിന്നിലാണ് കൂടുതൽ വിസിബിളി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ വളരെ യങ് സ്കിന്നുള്ളവർക്ക് ഉപയോഗിക്കുമ്പോൾ ഇവർക്കൊക്കെ വളരെ നല്ല റിസൾട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ സ്കിൻ നാച്ചുറലി തന്നെ കൂടുതൽ കൊളാജിനും ഇലാസ്റ്റിസിറ്റിയും ഉള്ളതായിരിക്കും. അപ്പോൾ മോയ്സ്ചർ കിട്ടുമ്പോൾ തന്നെ മുഖം കൂടുതൽ ഫ്രഷും സ്മൂത്തും ഗ്ലോയിങ് ആയിട്ടും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പലരും ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് വളരെ നല്ല റിസൾട്ട് കിട്ടി, മുഖം നല്ല ഗ്ലോ ആകാൻ സഹായിച്ചു എന്ന് പറയുന്നത്. പക്ഷേ 40-50 കഴിഞ്ഞ മെച്യൂർ സ്കിൻ അങ്ങനെയല്ല. ഈ പ്രായത്തിൽ സ്കിൻ കൂടുതൽ ഡ്രൈ ആകും, തിക്നെസ് കുറയും, ഇലാസ്റ്റിസിറ്റി കുറയും, ഫൈൻ ലൈൻസ് റിങ്കിൾസ് കൂടുതൽ വിസിബിൾ ആകും. അത്തരത്തിലുള്ള മെച്യൂർ സ്കിന്നിൽ ഈ ഒരു ഓയിൽ മാത്രം ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ആൻറ്റി ഏജിങ് മാറ്റം പ്രതീക്ഷിക്കുന്നത് റിയലിസ്റ്റിക് അല്ല. ഈ ഓയിൽ ഒരു ഡെഡിക്കേറ്റഡ് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് ഓയിൽ അല്ല. ഈ ഒരു ഓയിലിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് ചോദിച്ചാൽ സ്കിന്നിന് ഒരു മോയ്സ്ചർ നൽകുക, ഡ്രൈനെസ് കുറയ്ക്കുക, സ്കിൻ ബാരിയർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള മെച്യൂർ സ്കിന്നുള്ള ഒരാൾ ഇത് ഉപയോഗിക്കുമ്പോൾ സ്കിൻ കൂടുതൽ സോഫ്റ്റായും നറിഷ്ഡായും ഫീൽ ചെയ്യാം. കാരണം ഡ്രൈനെസ് കുറയുമ്പോൾ ചെറിയ ഫൈൻ ലൈൻസ് കുറഞ്ഞ് അത് സോഫ്റ്ററായി കാണാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഡ്രൈനെസ് കുറയുമ്പോൾ ചെറിയ ഫൈൻ ലൈൻസ് കുറഞ്ഞ് അത് സോഫ്റ്ററായി കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നാൽപ്പാമരാതി തൈലം മെച്യൂർ സ്കിന്നിന് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഡ്രൈനെസ് കുറയ്ക്കാനും സ്കിന്നിന് ഒരു കംഫർട്ട് ഫീൽ നൽകാനും ഡൾനെസ് കുറച്ച് മുഖം കുറച്ച് ഹെൽത്തിയായി കാണിക്കാനും ഇത് സഹായിക്കുന്നതാണ്. എസ്പെഷ്യലി കുളിക്കുന്നതിന് മുൻപ് ശരീരം മുഴുവൻ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെച്യൂർ സ്കിന്നുള്ള ആളുകൾ ഇതൊരു നല്ല ബോഡി ഓയിലായി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ്, ടാനിങ്, റഫ്നെസ് പോലുള്ള പ്രശ്നങ്ങളിൽ ഇത് ചിലർക്ക് നല്ല ആശ്വാസം നൽകാറുണ്ട്. പ്രത്യേകിച്ച് വെയിലത്ത് കൂടുതൽ നടക്കേണ്ടി വരുന്നവർക്ക്, കൈകളിലും കാലുകളിലും കഴുത്തിലും സൺ ടാനിങ് വന്നിട്ടുണ്ടെങ്കിൽ റെഗുലറായി ഉപയോഗിക്കുമ്പോൾ സ്കിൻ കുറച്ച് സോഫ്റ്റും ഈവൻ ടോണ്ടുമായിട്ട് തോന്നാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ഡ്രൈനെസ് കാരണം സ്കിൻ വല്ലാണ്ട് വലിഞ്ഞ് തൂങ്ങിയതുപോലെ തോന്നുന്നവർക്ക് കുളിക്കുന്നതിന് മുൻപ് ഈ ഓയിൽ നല്ലതുപോലെ ശരീരത്തിൽ തേച്ച് മസാജ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു നറിഷിംഗ് ഫീൽ നൽകും. ചിലർക്ക് ഇച്ചിങ് അല്ലെങ്കിൽ ഡ്രൈനെസ് റിലേറ്റഡ് ഇറിറ്റേഷൻസ് കുറയുന്നത് പോലെയും ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ എക്സിമ പോലുള്ള ചില ഡ്രൈ സ്കിൻ കണ്ടീഷൻസ് ഉള്ളവർക്കും ഒരു എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഇത് വളരെ നല്ലതാണ് ശരീരത്തിൽ തേച്ച് കുളിക്കുന്നത്. ഇനി ഓയിലി സ്കിൻ ഉള്ളവർക്ക് നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണെന്നും ഒരിക്കലും ഉപയോഗിക്കരുതെന്നും രണ്ടും പറയാൻ പറ്റില്ല.
കാരണം ഓയിലി സ്കിന്നിനും പല ടൈപ്പ് ഉണ്ട്. ചിലരുടെ സ്കിൻ വെറും ഓയിലി ആയിരിക്കാം, പക്ഷേ ചിലർക്കോ ആക്നി പ്രോൺ സ്കിൻ ടൈപ്പ് ഉള്ളവരായിരിക്കും. അതായത് പോർസ് വളരെ എളുപ്പത്തിൽ ക്ലോഗ് ആവുകയും പിമ്പിൾസ് വരികയും ചെയ്യുന്ന സ്കിന്ന്. നാൽപ്പാമരാതി തൈലം ഒരു റിച്ച് ഹെർബൽ ഓയിലാണ്. അതുകൊണ്ട് ഓൾറെഡി ഓയിലി ആയ സ്കിന്നിൽ അല്ലെങ്കിൽ ആക്നി പ്രോൺ സ്കിന്നിൽ ഇത് ഹെവിയായ ഫീൽ നൽകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഓവർനൈറ്റ് മുഖത്ത് വെച്ച് ഉറങ്ങുക, അധികം ക്വാണ്ടിറ്റി ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ ചിലർക്ക് ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ എനിക്കിത് ഉപയോഗിച്ചപ്പോൾ ഗ്ലോ കിട്ടിയെന്ന് പറയുമ്പോൾ മറ്റു ചിലർ എൻ്റെ മുഖം വളരെയധികം ഡള്ളായി അല്ലെങ്കിൽ പിമ്പിൾസ് വന്നു എന്ന് പറയുന്നത്. സ്കിൻ ടൈപ്പ് വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലെയുള്ള ഹ്യൂമിഡ് ക്ലൈമറ്റിൽ ഓയിലി സ്കിൻ ഓൾറെഡി കൂടുതൽ സെബം പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹെവി ഓയിൽസ് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ അതേസമയം ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്നില്ല. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ചിലർക്ക് സ്യൂട്ടാകാം. ബോഡി ഓയിലായി ഉപയോഗിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്താൽ സ്കിൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ചില ആളുകളുടെ മുഖം ഇത് വളരെയധികം ഡള്ളാക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അതെ, ചില ആളുകൾക്ക് നാൽപ്പാമരാതി തൈലം ഉപയോഗിച്ചാൽ മുഖം വളരെയധികം ഡള്ളായി തോന്നാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്കിൻ ടൈപ്പാണ്. ഈ ഓയിൽ കുറച്ച് റിച്ചായ ടെക്സ്ചർ ഉള്ളതാണ്. അതുകൊണ്ട് വളരെ ഓയിലി സ്കിൻ അല്ലെങ്കിൽ ആക്നി പ്രോൺ സ്കിന്നുള്ളവരിൽ എക്സസ് ഓയിൽസ് ഫീൽ ചെയ്യാനും പോർസ് ക്ലോഗ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുഖം ഗ്രീസിയായും ഡള്ളായും തോന്നാം. പ്രത്യേകിച്ച് നമ്മുടെ ഹ്യൂമിഡ് ക്ലൈമറ്റിൽ ഹെവി ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഗ്ലോ തരുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അതേ ഓയിൽ നറിഷിംഗ് ആയി ഫീൽ ചെയ്യുകയും ഹെൽത്തി ഗ്ലോ കിട്ടുകയും ചെയ്യാം. അതായത് ഓയിൽ നല്ലതാണോ മോശമാണോ എന്നതിലുപരി നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, നിങ്ങളുടെ ഏജ് ഇതിനൊക്കെ സ്യൂട്ടാകുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാൽപ്പാമരാതി തൈലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പല സംശയങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു മിറാക്കിൾ ആൻറ്റി ഏജിങ് ഓയിലല്ല, പക്ഷേ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ സ്കിന്നിനൊരു നല്ല നറിഷ്മെൻറ്റും മോയ്സ്ചറും നൽകാൻ സഹായിക്കുന്ന ഒരു ട്രഡീഷണൽ ആയുർവേദിക് ഓയിലാണിത്. എസ്പെഷ്യലി ഡ്രൈനെസ്, ടാനിങ്, ഡൾനെസ് പോലുള്ള കാര്യങ്ങളിൽ ചിലർക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പിനും സെയിം റിസൾട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഹൈപ്പ് മാത്രം കണ്ടല്ല, നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, ഏജ് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അതിൽ നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. പലരും ഒരു ദിവസം അപ്ലൈ ചെയ്തിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു സ്കിൻ കെയർ ചെയ്യുക. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സ്കിൻ കെയറിൽ വളരെ പ്രധാനമാണ്. നിങ്ങൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണോ നിങ്ങൾ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുകയില്ല. അത് നിങ്ങൾ എത്ര നല്ല ബ്രാൻഡിൻ്റെ എത്ര വില കൂടിയ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദിവസവും എത്ര വയ്യ എന്നുണ്ടെങ്കിലും നിങ്ങൾ അതിലൊരു മടി കാണിക്കാനേ പാടില്ല. എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പല വീഡിയോസിലും ഞാൻ പറയാറുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ വീഡിയോസിലും നിങ്ങളുടെയൊക്കെ കമൻസ് കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് മനസ്സ് നിറഞ്ഞുള്ള കമൻസുകളാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കാണാറുള്ളത്. നിങ്ങൾക്ക് പലർക്കും എൻ്റെ പല വീഡിയോസും വളരെയധികം യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ തുടർന്നും എൻ്റെ ഈ ഒരു വീഡിയോസിനും എൻ്റെ ഈ ചാനലിനും ഉണ്ടാകണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.